ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സിൽ വി ഹാവ് 3 ആവറേജസ്: മീൻ, മീഡിയൻ ആൻഡ് മോഡ്. അതിൽ ഫസ്റ്റ് ആവറേജ് ആണ് മീൻ എന്ന് പറയുന്നത്. മീൻ കണ്ടുപിടിക്കാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു ആവറേജും 3 സീരീസിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു സീരീസ് എന്ന് പറയുന്നത് 3 തരത്തിൽ പറയാം. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ്, സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് സീരീസ്, തേർഡ് വൺ കണ്ടിന്യൂസ് സീരീസ്. ഇങ്ങനെ 3 സീരീസ് ആയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിവൈഡ് ചെയ്യാം: ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. ഇതിൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൺലി വാല്യൂസ് വിൽ ബി ഗിവൺ. വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു മാർക്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും: 3, 5, 11, 12 എക്സെട്ര. ഇങ്ങനെ കുറേ മാർക്സ് മാത്രം കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിൽ വാല്യൂസും പിന്നെ ഏതുണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. വാല്യൂസ് ആൻഡ് ഓൾസോ ഫ്രീക്വൻസി വിൽ ബി ഗിവൺ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ വാല്യൂസിന് പകരം അവിടെ ഏതായിരിക്കും വരിക, ക്ലാസ്സസ് വിൽ ബി ഗിവൺ. ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി വിൽ ബി ഗിവൺ. ഇങ്ങനെ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചെയ്യുക. ആദ്യം ഇൻഡിവിജ്വൽ സീരീസിലെ പ്രോബ്ലംസ്, പിന്നെ ഡിസ്ക്രീറ്റ്, ദെൻ കണ്ടിന്യൂസ്. അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അവിടെ വാല്യൂസ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂസും പിന്നെ ഫ്രീക്വൻസി കൂടി ഉണ്ടാവും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സും പിന്നെ ഏതായിരിക്കും, ഫ്രീക്വൻസി. ഇങ്ങനെയാണ് 3 സീരീസുള്ളത്. ഇനി ആദ്യം നമ്മൾ മീൻ എന്ന് പറഞ്ഞ ആവറേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കണ്ടുപിടിക്കാം. ബിഫോർ ദാറ്റ്, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് മീൻ? മീൻ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ ഈസ് ഡിഫൈൻഡ് ആസ് സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്ത് നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പർട്ടിക്കുലർ നമ്പർ അല്ലെങ്കിൽ ആ വാല്യൂ, അതിനെയാണ് എന്ത് പറയാം, മീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മീൻ ഈസ് ദ വാല്യൂ ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ഓൾ ദ വാല്യൂസ് ആൻഡ് ഡിവൈഡിങ് ബൈ ദ നമ്പർ ഓഫ് ഐറ്റം. അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി ആ മീൻ ഫസ്റ്റ് സീരീസിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഫോർമുല നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലോവർ ക്ലാസ് നമ്മൾ പഠിച്ചു. മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്ത് നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് മീൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ. നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും 10th സ്റ്റാൻഡേർഡിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. സംടൈംസ് ദേ വിൽ ആസ്ക് സച്ച് ക്വസ്റ്റ്യൻ ഓൾസോ. സോ ഐ എം ഗോയിങ് ടു ഡു വൺ ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തോന്നുന്നു വിചാരിക്കുക. ഇൻഡിവിജ്വൽ സീരീസിലെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഫൈൻഡ് മീൻ. സപ്പോസ് ദ വാല്യൂസ് ആർ ഗിവൺ ലൈക്ക് ദിസ്: 4, 6, 8, 2, 10. ഇങ്ങനെ കുറച്ച് വാല്യൂസ് തന്നു വിചാരിക്കുക. എന്നിട്ട് നമ്മളോട് മീൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ്, ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സം. വാട്ട് ഈസ് ദ ഫോർമുല? മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. എല്ലാ വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ദ വാല്യൂസ് ഇൻ കോളം 4, 6, 8, 2, 10. Then find the sum. As you know, 20, 30. You will be getting sigma x. x എന്ന് പറഞ്ഞാൽ വാല്യൂസ് ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സം എന്നർത്ഥം. അപ്പം എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതിനെയാണ് എന്ത് പറയുക, സിഗ്മ എക്സ്, സം ഓഫ് വാല്യൂസ്. ദാറ്റ് ഈസ് വാട്ട് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 30. Then when you substitute in the formula, you will be getting 30 divided by how many values we are having? ആകെ എത്ര നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത്? 5 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ 30 divided by 5 which will be equal to 30 by 5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 6. So you will be getting mean എന്ന് പറഞ്ഞത് എത്രയായിരിക്കും വരിക? 6.
നമ്മൾ ലോവർ ക്ലാസ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ചോദിക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കണ്ടുപിടിക്കുക. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ മീൻ കണ്ടുപിടിക്കുക എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. സോ സെക്കൻഡ് സീരീസ് ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സീരീസാണ്, ഏത് ടൈപ്പാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ വാല്യൂസും ഫ്രീക്വൻസിയും തരും. രണ്ട് കാര്യങ്ങൾ തരും, വാല്യൂ ആൻഡ് ഓൾസോ ഫ്രീക്വൻസി. അവിടെ ഫോർമുല നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. മീൻ ഈസ് ഈക്വൽ ടു വാട്ട് വാസ് ദ ഫോർമുല? സിഗ്മ എഫ് എക്സ് ബൈ എൻ. അവിടെ എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, എക്സ് എന്ന് പറഞ്ഞ വാല്യൂ. വാല്യൂ ഫ്രീക്വൻസിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം? സമ്മ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വാട്ട്? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ സിഗ്മ എഫ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസി. സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ ഏതാ? നമ്പർ ഓഫ് ഐറ്റം എന്നാണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസി. അതാണ് മീൻ ചെയ്യണത്. ഈ ഫോർമുല ഉപയോഗിച്ച് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഇയർ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ 2 സീരീസ് പഠിച്ചു, ഇൻഡിവിജ്വലും പിന്നെ ഏതാ ഡിസ്ക്രീറ്റും. അതിൽ ഡിസ്ക്രീറ്റ് സീരീസിലെ ഒരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിരിക്കും. ഫൈൻഡ് മീൻ വാല്യൂസ് ഇങ്ങനെ തന്നിരിക്കുക. വാല്യൂ suppose the values are given 2, 4, 6, 8, 10. Frequency 4, 3, 2, 5, 6. So as you know, ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസിലെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കാം. കാരണം വാല്യൂസും പിന്നെ ഏതുകൊണ്ട് ഫ്രീക്വൻസി ഉണ്ട്. സോ ഒബിയസ്ലി ദിസ് ഈസ് എ ഡിസ്ക്രീറ്റ് സീരീസ്. ഇനി ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് മീൻ? അതാണ് നമ്മൾ പറയുന്നത്. മീൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എക്സ് എന്നുള്ള കോളം എടുത്ത് എഴുതി. എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ, എഫ് എന്ന് പറഞ്ഞാൽ ഏതാ? ഫ്രീക്വൻസി. അപ്പോൾ വാല്യൂസ് എന്നുള്ള ഫസ്റ്റ് കോളത്തിലേക്ക് റീറൈറ്റ് ചെയ്തു. 2, 4, 6, 8, 10 എല്ലാ വാല്യൂസും ഫസ്റ്റ് കോളത്തിൽ എഴുതി. നെക്സ്റ്റ് ഏതാ? ഫ്രീക്വൻസി അല്ലേ? ഏതൊക്കെയാണ്? 4, 3, 2, 5, 6. ഈ 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വാല്യൂസും പിന്നെ ഏതാ? ഫ്രീക്വൻസി. വാല്യൂസ് എക്സ് ആയിട്ട് എടുക്കും, ഫ്രീക്വൻസി എഫ് ആയിട്ട് എടുത്തു. നെക്സ്റ്റ് നമുക്കൊരു കോളം വേണം. ആ കോളാണ് എഫ് ഇൻറ്റു എക്സ്. നെക്സ്റ്റ് കോളം നമുക്ക് വേണ്ടത് എഫ് ഇൻറ്റു എക്സ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. 2 ഇൻറ്റു 4 8, 4 ഇൻറ്റു 3 12, 6 ഇൻറ്റു 2 12, 8 ഇൻറ്റു 5 40, 10 ഇൻറ്റു 6 60. അപ്പോൾ 2 കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എഫ് ഇൻറ്റു എക്സ്. ഇനി അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു, ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 100, 124, 132. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 132. ഇനി ഈ സം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മീൻ കണ്ടുപിടിക്കുക. സോ we can substitute in this formula. ഏതാ ഫോർമുല പറഞ്ഞത്? സിഗ്മ എഫ് എക്സ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 132 ഡിവൈഡഡ് ബൈ എൻ എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ സം ഓഫ് ഫ്രീക്വൻസി എന്ന് വരും. എന്ന് പറഞ്ഞാൽ 6 + 5 + 2 + 3 + 4 which will be 20. സോ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസി, എല്ലാ ഫ്രീക്വൻസി കൂടി ആഡ് ചെയ്തതാണ്. സോ 132 ഡിവൈഡഡ് ബൈ 20 എന്നാണ് വരിക, വിച്ച് ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ് 66. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, കട്ട് ചെയ്യുമ്പോൾ 66 ആവും. 66നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? 6.6. So what will be the answer? You will be getting 6.6. That will be the mean. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് മീൻ എന്ന് ചോദിച്ചാൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. വാട്ട് ഇസ് ദ ഫോർമുല? സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. നെക്സ്റ്റ് നമ്മൾ തേർഡ് സീരീസ് ആണ്. തേർഡ് സീരീസ് എന്ന് പറഞ്ഞാൽ
കണ്ടിന്യൂസ് സീരീസ്. മൂന്നാമത്തെ സീരീസ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയും. കണ്ടിന്യൂസ് സീരീസിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ വി ഹാവ് 3 മെത്തേഡ്സ്. ആക്ച്വലി ദർ ആർ 3 മെത്തേഡ്സ്. ആദ്യത്തെ പറയാം ഡയറക്റ്റ് മെത്തേഡ്, നെക്സ്റ്റ് അസ്യൂംഡ് മീൻ മെത്തേഡ്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നും കൂടി പറയുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ. So total we have 3 methods. First one direct, രണ്ടാമത്തെ assumed mean അല്ലെങ്കിൽ short cut method എന്ന് പറയും. തേർഡ് മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്കറിയാം ഈ ഇയറിൽ ബിക്കോസ് ഓഫ് സം റീസൺ നിങ്ങൾക്കറിയാം കുറച്ച് പോർഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡും ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഇപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഡിലീറ്റഡ്. ഓക്കെ, ദാറ്റ്സ് വൈ ഈ വർഷം സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് നൗ ഫോർ ദിസ് ഇയർ വി ഹാവ് ഓൺലി ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് അസ്യൂംഡ് മീൻ. ഇങ്ങനെ 2 മെത്തേഡ് മാത്രമേ ഈ ഇയറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ദെൻ വി വിൽ ബി ഡൂയിങ് യൂസിങ് അസ്യൂംഡ് മീൻ മെത്തേഡ്. ഈ 2 മെത്തേഡിലാണ് നമ്മളിനി പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം ആദ്യം. ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് വിച്ച് ഈസ് ഡയറക്റ്റ് മെത്തേഡിലെ ഫോർമുല എന്ന് പറയുന്നത് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഇതാണ് ഫോർമുല. സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ചെയ്ത അതേ ഫോർമുല തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിലും വരുന്നത്. സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ, അവിടെ ചേഞ്ച് ഇല്ല, അതേ ഫോർമുല തന്നെയാണ് വരുന്നത്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് സീരീസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് കണ്ടിന്യൂസ് സീരീസ്? അവിടെ ക്ലാസ്സസ് ആയിട്ടാണ് തരിക. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാ? 0 to 10, 10 to 20 അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുക. കണ്ടിന്യൂസ് സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ ക്ലാസ്സിലാണ് തരിക. പിന്നെ ഏതാ? ഫ്രീക്വൻസി. അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയാണ് കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് തരിക. അതിൽ നിന്ന് എങ്ങനെ മീൻ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ പഠിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കുകയാണ്. കണ്ടിന്യൂസ് സീരീസിലെ ഒരു പ്രോബ്ലം. ഏത് മെത്തേഡാണ് ആദ്യം ഉപയോഗിക്കുന്നത്? ഡയറക്റ്റ് മെത്തേഡ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു വിചാരിക്കാം. ഫൈൻഡ് മീൻ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി. 2 കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ക്ലാസ്സും പിന്നെ ഫ്രീക്വൻസി. ക്ലാസ് ഇറ്റ് ഈസ് ഗിവൺ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40, 50. Frequency, suppose it is given 4, 6, 3, 2, 5. ഇങ്ങനെ നമുക്ക് ക്ലാസ്സും ഫ്രീക്വൻസി ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടെന്ന് വിചാരിക്കാം. വാട്ട് വി ഹാവ് ടു ഡു ഈസ് നമുക്ക് മീൻ കണ്ടുപിടിക്കണം. ഇത് ഏത് സീരീസാണ്? കണ്ടിന്യൂസ് സീരീസ്. എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആയത്? ക്ലാസ്സസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കണമെങ്കിൽ വിച്ച് ഈസ് ഡയറക്റ്റ് മെത്തേഡ്. ആദ്യം ചെയ്യേണ്ടത് ഏത് മെത്തേഡായാലും ആദ്യം നമുക്ക് എക്സ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്സസിൻ്റെ എല്ലാം മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതാണ് അതിൻ്റെ മെത്തേഡ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ റൈറ്റ് സൈഡിൽ വരുന്നത് അല്ലേ. ഇതിനാണ് ലോവർ ലിമിറ്റ് എന്ന് പറയാം. ഇതാണ് അപ്പർ ലിമിറ്റ് ആദ്യത്തെ ക്ലാസ്സിൻ്റെ. സോ ഹിയർ ലോവർ ലിമിറ്റ് ഈസ് 0, അപ്പർ ലിമിറ്റ് ഏതാ? 10. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതാ? 0 plus 10. വാട്ട് ഈസ് 0 plus 10? 10. അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫോർമുല ഏതാ? L plus U by 2 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 0 plus 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 by 2 എന്ന് പറഞ്ഞാൽ ഏതാ? 5 എന്ന് വരും. നെക്സ്റ്റ് ചെയ്യുമ്പോൾ 10 എന്ന് ലോവർ ലിമിറ്റ്, 20 ആണ് അപ്പർ ലിമിറ്റ്. ആഡ് ചെയ്യുമ്പോൾ 10 plus 20 എത്രയാ?
30 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 15 എന്ന് വരും. നെക്സ്റ്റ് 20 to 30 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് 20, അപ്പർ ലിമിറ്റ് 30. ആഡ് ചെയ്യുമ്പോൾ 20 + 30 എത്രയാ? 50 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 25 എന്ന് വരും. വേണമെങ്കിൽ ഒരു എളുപ്പവഴിക്ക് യൂണിഫോം ക്ലാസ് വിഡ്ത്ത് ആയിട്ടാണ് ക്ലാസ്സുകൾ വരണതെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ ഡിഫറൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ ഒരു മിഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മിഡ് വാല്യൂ കാണാനായിട്ട് ഈ ക്ലാസ്സുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയും അല്ലേ. അതെങ്ങനെ കിട്ടുക? അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറയ്ക്കുക. 20 നിന്ന് 10 പോയാൽ എത്രയാണ്? 10. അതാണ് അതിൻ്റെ എന്താ പറയുക ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളുടെയും വിഡ്ത്ത് സെയിം ആണ് 10. ആ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കിട്ടും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല. ഒരേ ക്ലാസ്സസ് ആണ്, ഒരേ വിഡ്ത്താണ് വരണമെങ്കിൽ നെക്സ്റ്റ് 25 + 30 ഏതാ വരിക? 25 + 10 എത്ര വരിക? 35. നെക്സ്റ്റ് 35 + 10 ഏതാ വരിക? 45. അങ്ങനെ ക്ലാസ്സുകൾ മിഡ് വാല്യൂ നമുക്ക് വേഗത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഒരു മിഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കാണാൻ ഈക്വൽ ക്ലാസ് വിഡ്ത്ത് ആണെങ്കിൽ അത് വെറുതെ ആഡ് ചെയ്ത് പോയാൽ മതി. 5 + 10 15, 15 + 10 25 + 10 35 + 10 അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. എല്ലാറ്റിലും L+U/2 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യണമെന്നില്ല. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മിഡ് വാല്യൂസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് മിഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് കോളം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മെത്തേഡിൽ F × X എന്ന ഫോർമുലയാണ്. F × X എന്നുള്ള ടേമാണ്. അവിടെ F എന്ന് പറഞ്ഞാൽ ഏതാ? ഫ്രീക്വൻസി. X എന്ന് പറഞ്ഞാൽ ഏതാ? മിഡ് വാല്യൂ. അതായത് 4 × 5 ഫ്രീക്വൻസീനെ മിഡ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ F എന്ന് പറഞ്ഞാൽ 4, X എന്ന് പറഞ്ഞാൽ 5. 4 × 5 എന്ന് പറഞ്ഞാൽ എത്രയായി? 20. അടുത്ത് 6 × 15 എന്ന് പറഞ്ഞാൽ എത്രയായി? 90. 3 × 25 എത്രയായി? 75. നെക്സ്റ്റ് 2 × 35 എത്രയായി? 70. 5 × 45 എന്ന് പറഞ്ഞാൽ എത്രയായി? 220 അല്ലേ? 225. Five into 45, 225. സോ ഇങ്ങനെ നമുക്ക് F × X എന്നുള്ള കോളം കണ്ടുപിടിക്കാം. ഫ്രീക്വൻസീനെ മിഡ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മിഡ് വാല്യൂ കണ്ടുപിടിക്കലാണ്. മിഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് F × X. ഇനി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് സിഗ്മ Fx. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 + 5 10 റിമൈനിങ് 1. So what you will be getting is 480. ഇതിലെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 480 എന്ന് വരും. അതാണ് അതിൻ്റെ സം. അപ്പോൾ സിഗ്മ Fx എന്ന് പറഞ്ഞാൽ F × X എന്നുള്ള കോളത്തിൻ്റെ സം. ഞാൻ പറഞ്ഞു സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉദ്ദേശിക്കുന്നത് സം എന്നാണ്. എല്ലാം കൂടി ആഡ് ചെയ്യും, അതാണ് സിഗ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ Fഉം Xഉം മൾട്ടിപ്ലൈ ചെയ്ത് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് സിഗ്മ Fx എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി 480. നെക്സ്റ്റ് നമുക്ക് N കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഏതാ? സം ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എല്ലാം കൂടി ആഡ് ചെയ്ത് തന്നെയാണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഇസ് യു വിൽ ബി ഗെറ്റിംഗ് 20 എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രീക്വൻസിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ Fx എന്ന് പറഞ്ഞാൽ 480 ആണ്. N എന്ന് പറഞ്ഞാൽ ഏതാ? 20 ആണ്. ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല നമുക്കറിയാം. A + സിഗ്മ FD ഡിവൈഡഡ് ബൈ N. ഇതാണ് കറക്ഷൻ. ഫസ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ Fx/N. മീൻ ഈസ് ഈക്വൽ ടു ഫോർമുല നമുക്കറിയാം സിഗ്മ Fx ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സിഗ്മ Fx എന്ന് പറഞ്ഞാൽ എത്രയാണ്? 480 ഡിവൈഡഡ് ബൈ N എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സം എത്രയാണ്? 20. 0 ക്യാൻസൽ ചെയ്തു. 48/2 എന്ന് പറഞ്ഞാൽ 24. മീൻ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 24.
അങ്ങനെ ചെയ്തു വരുമ്പോൾ അത് എക്സാക്ട്ലി ഒരു ഹോൾ നമ്പർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഡെസിമൽ വരാം. ഇവിടെ കറക്റ്റ് നമുക്ക് ഹോൾ നമ്പറായി വന്നു എന്ന് മാത്രം, 24 എന്ന് വന്നു മാത്രം. സോ ഇങ്ങനെയാണ് നമുക്ക് മീൻ കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്സ്. ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് മിഡ് വാല്യൂവിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് ഫ്രീക്വൻസി മിഡ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് തമ്മിൽ ആഡ് ചെയ്യണം. ദെൻ ക്യാപിറ്റൽ N സം ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്നിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ യു വിൽ ബി ഗെറ്റിംഗ് മീൻ. ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡാണ് എന്ത് പറയുക, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഡിസ്ക്രീറ്റ് സീരീസ് പോലെയായി. കഴിഞ്ഞ സീരീസിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്ത്, വാല്യൂ പിന്നെ ഏതാ ഫ്രീക്വൻസി. അതുകൊണ്ടാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ അതേ സ്റ്റെപ്പ് തന്നെയാണ് പിന്നെയൊക്കെ വരുന്നത്. അതേപോലെ ഫോർമുലയും ഡിസ്ക്രീറ്റ് സീരീസിൽ അതേ ഫോർമുല തന്നെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഈസ് ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാല്യൂസും ഫ്രീക്വൻസി എല്ലാം സെയിം തന്നെ. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് നമുക്ക് സെക്കൻഡ് മെത്തേഡ് അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ മീൻ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ എവിടെയും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അത് ഏത് മെത്തേഡാണെങ്കിലും മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് മിഡ് വാല്യൂ കണ്ടുപിടിക്കലാണ്. അപ്പോൾ അത് ഇറ്റ് വിൽ ബി സെയിം, നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, കാരണം അതേ വാല്യൂസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. അപ്പോൾ 0 + 10/2 എന്ന് പറഞ്ഞാൽ 5. പിന്നെ ഞാൻ പറഞ്ഞു ക്ലാസ് വിഡ്ത്ത് എത്രയാണോ അത് ആഡ് ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വിൽ ബി 15, നെക്സ്റ്റ് വിൽ ബി 25, നെക്സ്റ്റ് വിൽ ബി 35, നെക്സ്റ്റ് വിൽ ബി 45. അപ്പോൾ മിഡ് വാല്യൂ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു എക്സ്. നെക്സ്റ്റ് കോളം വ്യത്യാസമുണ്ട്. ഇവിടെ ഡി എന്ന ഒരു കോളാണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത്. അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ ആദ്യം ചെയ്യേണ്ടത് മിഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കണം. അതിനൊരു ഫോർമുലയുണ്ട് ഡി കാണാനായിട്ട്, എക്സ് മൈനസ് എ. ഇതാണ് അതിൻ്റെ ഫോർമുല. ഡി ഈസ് ഈക്വൽ ടു, ഡി എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഓഫ് ഐറ്റംസ് എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസ്, എ എന്ന് പറഞ്ഞാൽ ഏതാ അസ്യൂംഡ് മീൻ. അതായത് നമ്മൾ ഇതിലെ വാല്യൂസ് അല്ലെങ്കിൽ മിഡ് വാല്യൂസിലെ ഒരു വാല്യൂ മീൻ ആണെന്ന് അസ്യൂം ചെയ്യും. അതാണ് അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഏത് വാല്യൂ എന്ന് അസ്യൂം ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ചെയ്യാൻ കുറച്ചും കൂടി കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്കൊരു മിഡിലായിട്ട് വരുന്ന വാല്യൂ എന്ന് എടുക്കാം. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടി ഈസി ആവും. പക്ഷെ 5 എടുത്താലും 45 എടുത്താലും 25 എടുത്താലും എന്നെടുത്താൽ ആൻസർ കറക്റ്റ് തന്നെയായിരിക്കും. ദർ വോണ്ട് ബി എനി ചേഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യണത്, ഞാൻ ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം, ഞാൻ ഏകദേശം മിഡിലായി വരുന്നത്, എക്സാക്ട് മിഡിൽ ആവണമെന്നില്ല. അങ്ങനെ എക്സാക്ട് മിഡിൽ വാല്യൂ ഇല്ലെങ്കിലും ഏതെങ്കിലും പറഞ്ഞ ഏകദേശം സെൻട്രലായി വരുന്ന ഒരു വാല്യൂ അസ്യൂം ചെയ്താൽ മതി. ഇവിടെ ഞാനത് 25 എന്നുള്ളത് എന്ന് അസ്യൂം ചെയ്യാമെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് അവർ പറയുന്നത് ഡി കാണാനായിട്ട് എക്സ് മൈനസ് എ, അതായത് ഓരോ വാല്യൂസും അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, 5 ആണ് ഇവിടെ വാല്യൂ, എ എന്ന് പറയുന്നത് എത്രയാ 25. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 5 മൈനസ് 25 വാല്യൂ 5 അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് 25. അത് എപ്പോഴും ഫിക്സ്ഡ് ആണ്, അസ്യൂംഡ് മീൻ ചേഞ്ച് ചെയ്യില്ല, വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഫസ്റ്റ് കേസിൽ 5 മൈനസ് 25 എന്നാവും. then it will be minus 20. നെക്സ്റ്റ് 15 മൈനസ് 25 ആവും, എന്താ വരിക -10. അടുത്തത് 25 മൈനസ് 25, then what will be the value 0. ഇവിടെ എ എന്ന് പറഞ്ഞാലും 25, അസ്യൂംഡ് മീനും 25 തന്നെയാണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 0 വരും. നെക്സ്റ്റ് കേസിൽ 35 ആണ് വാല്യൂ, എ 25, മൈനസ് ചെയ്യുമ്പോൾ 35 minus 25 which will be 10. Nextly 45 minus 35 which will be 20. ഇനി ചെയ്തതൊന്നുകൂടി പറയാം. ഓരോ വാല്യൂന്നും എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള വാല്യൂ മൈനസ് ചെയ്യുക. 5 മൈനസ് 25, 15 മൈനസ് 25, 25 മൈനസ് 25, 35 മൈനസ് 25, 45 മൈനസ് 25. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ ആ 10 ഡിഫറൻസിൽ എഴുതി പോയാൽ മതി നിങ്ങൾക്ക് ഡി എന്ന് പറഞ്ഞ ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട്.
So we will be getting D -20, -10, 0, 10, 20. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡീവിയേഷൻ്റെ സമ്മ് കാണുന്നേക്കാളും മുന്നേ ആദ്യം നമുക്ക് എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞ നെക്സ്റ്റ് കോളം കണ്ടുപിടിക്കണം. എഫ് ഇൻറ്റു ഡി. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാസ്റ്റ് മെത്തേഡ് ആൻഡ് ദിസ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഇതാണ്. കഴിഞ്ഞ മെത്തേഡിൽ എഫ് ഇൻറ്റു എക്സ് ആണ് നമ്മൾ ചെയ്തത് അല്ലേ. ഇവിടെ നമ്മൾ അതിന് പകരം ഏതാ ചെയ്യണേ? എഫ് ഇൻറ്റു ഡി. എക്സ് എന്നുള്ളത് ഏതിലേക്ക് ചേഞ്ച് ചെയ്തു? ഡിയിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് എഫ് ഇൻറ്റു എക്സ് അല്ല കാണുക, അതിന് പകരം ഏതാ കാണണം? എഫ് ഇൻറ്റു ഡി. ഇതാണ് രണ്ട് മെത്തേഡും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് എഫ് ഇൻറ്റു എക്സ് എന്താണ് നമുക്ക് എഴുതേണ്ടത്? എഫ് ഇൻറ്റു ഡി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എഫ് എന്ന് പറയുന്നത് കോളംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുത്തരുത്. ഈ കോളം അല്ല നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ എടുക്കേണ്ടത് ഫ്രീക്വൻസി പിന്നെ ഏതാ? ഡീവിയേഷനും. ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 4 ഇൻറ്റു -20 വിച്ച് വിൽ ബി -80. 6 ഇൻറ്റു 10 വിച്ച് വിൽ ബി -60. 3 ഇൻറ്റു 0 വിച്ച് വിൽ ബി 0. 2 ഇൻറ്റു 10 വിച്ച് വിൽ ബി 20. 5 ഇൻറ്റു 20 വിച്ച് വിൽ ബി 100. ചെയ്തത് ഫ്രീക്വൻസി പിന്നെ ഏതാ? ഡീവിയേഷനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4 ഇൻറ്റു -20 എന്ന് പറഞ്ഞാൽ -80. 6 ഇൻറ്റു -10 എന്ന് പറഞ്ഞാൽ -60. 3 ഇൻറ്റു 0 0. 2 ഇൻറ്റു 10 20. 5 ഇൻറ്റു 20 100. സോ യു വിൽ ബി ഗെറ്റിംഗ് എഫ് ഇൻറ്റു ഡി. ഇനി ഇതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ എഫ് ഡി അങ്ങനെയാണ് നമ്മൾ പറയാം. സിഗ്മ എന്ന് പറഞ്ഞാൽ ഏതാ? സം. ഏതിൻ്റെ സമ്മ? എഫും ഡിയും മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സം. സോ നമുക്ക് പറയാം സിഗ്മ എഫ് ഡി ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ -140, പോസിറ്റീവ് നമ്മൾ തമ്മിൽ വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ 120 എന്ന് വരും. അപ്പോൾ പോസിറ്റീവ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ 100 + 20 120. നെഗറ്റീവ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ 80 + 60 -140. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 140 -120. കാരണം ഒന്ന് നെഗറ്റീവും ഒന്ന് ഏതാ? പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ 140 -120 വിച്ച് വിൽ ബി -20. വലുത് മൈനസ് ആയതുകൊണ്ട് സൈൻ ഷുഡ് ബി -20. നൗ ഫ്രീക്വൻസിയുടെ സം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയുടെ സം എത്ര? 20. ദാറ്റ് ഓൾസോ വി നോ. ഇനി ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഫോർമുല മീൻ ഈസ് ഈക്വൽ ടു സെക്കൻഡ് മെത്തേഡിൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഫോർമുല ഇതാണ്. എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് അതിൻ്റെ ഫോർമുല. എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. അവിടെ എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ എന്നാണ്. നിങ്ങൾ ഏതാണ് എ എന്ന് അസ്യൂം ചെയ്തിട്ടുള്ളത്? 25. അതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ 25 പ്ലസ് സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? -20. അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സിഗ്മ എഫ് ഡിക്ക് -20 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ഏതാ? 20. ഫ്രീക്വൻസിയുടെ സം 20 തന്നെയാണ്. അപ്പോൾ ഇവിടെ സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡീവിയേഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സമ്മാണ് -20. അതുപോലെ എൻ എന്ന് പറഞ്ഞാൽ 20 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ 25 പ്ലസ് 20 ക്യാൻ ബി ക്യാൻസൽ 1 ടൈം അല്ലേ. അപ്പോൾ -1 അതായത് -1 എന്ന് വരും. വീനോ പ്ലസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതായിരിക്കും വരിക? മൈനസ് അല്ലേ, നെഗറ്റീവ് വരും. സോ ഇവിടെ ആഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, ഇറ്റ് വിൽ ബി മൈനസ് 25 - 1 വിച്ച് വിൽ ബി ഈക്വൽ ടു 24. അപ്പോൾ 20യിൽ 1 ടൈം ക്യാൻസൽ ചെയ്തു. ഇവിടെ നെഗറ്റീവാണ്, അതുകൊണ്ട് പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആവും. സോ -1 ഈസ് ഈക്വൽ ടു 24. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 24. ഇത് തന്നെയാണ് കഴിഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചപ്പോഴും നമുക്ക് കിട്ടിയത് ആൻസർ 24. ഇതാണ് രണ്ട് മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് നമ്മൾ പറയണത് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറയാം ഡയറക്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാ? ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ്.
തേർഡ് മെത്തേഡ് എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. പക്ഷെ അത് ഈ ഇയറിൽ നമ്മളത് ക്യാൻസൽ ചെയ്തു, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ടു ഫൈൻഡ് ഔട്ട് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് ഓൾസോ കണ്ടിന്യൂസ് സീരീസ്. മീൻ 3 സീരീസിൽ ഇതുപോലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ഹൗ ടു ഫൈൻഡ് ഔട്ട് മീൻ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീഡിയനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.